അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നീ ലൈറ്റ് ആയിട്ട് കഴിച്ചാ പോരെ? ഞങ്ങള് നേരത്തെ ഷവർമ കഴിച്ചതാ. ഇത് നമ്മുടെ സ്വന്തം മിമി. ഞങ്ങളെ ഇത് അക്കേഷ. അക്കേഷ നോക്ക്. एक्चुअली नेपाली हिंदी में बात कर बट हिंदी में तू किधर से है वो बात? मैं वेस्ट बंगाल से हूँ और मैं नेपाली हूँ और मुझे मलयालम भी आता है. थोड़ा थोड़ा അപ്പൊ ഗെയ്സ് ഇതാണ് അഞ്ജു. അഞ്ജു ഞങ്ങളെ മാനേജറാണ്. എല്ലാം ഞാനാണ് മാനേജർ. അതെ. അപ്പൊ ഞങ്ങള് ഫുഡ് ഞങ്ങൾ ഓൾറെഡി ഒന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വന്നതാണ്. പിന്നെ ഈ മീമി ഞങ്ങളെ നിർബന്ധിച്ചു വാ നമുക്കൊന്ന് പുറത്ത് പോവാന്ന്. പിന്നെ കൊറേ ഇല്ലാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓള് നിർബന്ധിച്ചു ഞങ്ങള് പോയി. പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ വ്ലോഗ് എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടാകുന്നില്ല. എന്നിട്ട് എടുക്കന്നെ അങ്ങോട്ട്. കേരളം അച്ഛാ പ്ലേസ്. നല്ല അടിപൊളി. നല്ല അടിപൊളി. अच्छा है. Please support my friend Nitya. എല്ലാവരും എൻ്റെ ഫ്രണ്ട് നിത്യക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കോട്ടയ്ക്കുള്ള സൈനിൽ പോയിട്ട് കഴിക്കാം. ഗേസ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ സൈനില്. മിമി വന്നിട്ടില്ലേ കുറേ ടൈം? ഇവിടെ കുറേ ടൈം വന്നിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അടിപൊളി കേട്ടോ. അവൾക്ക് എല്ലായിടും അറിയാം. അതുകൊണ്ട് അവൾ ഞങ്ങളെ കൊണ്ടുപോവാണ് ഗേസ്. നമ്മൾ എന്താ കഴിക്കുക? ഇതില് പറഞ്ഞ നമുക്ക് ഇവിടുത്തെ ഡിഷ് സ്വീറ്റാണ്. അവള് വെജിറ്റേറിയൻ ആണല്ലോ അല്ലെ? ഈ മന്ത് വെജിറ്റേറിയൻ അല്ല ഈ മന്ത് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട് നിത്യന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട്, ലവ്, സബ്സ്ക്രൈബ്, ലൈക്ക്, അടിച്ചു പൊട്ടിക്കണം. അവൾക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാട്ടോ. ഇപ്പൊ തപ്പി പിടിച്ചതാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തപ്പി പിടിച്ചത്. നന്നായിട്ട് മലയാളം സംസാരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? हिंदी में भी മനസ്സിലാവും. हिंदी में भी उसको हिंदी में थोड़ा ओके गाइस, जो कोई भी हिंदी में ये ब्लॉग देख रहा है तो प्लीज इसको सपोर्ट करो. नित्या को बहुत हार्ड वर्किंग गर्ल है. अच्छा कंटेंट भी क्रिएट करता है तो प्लीज सपोर्ट कीजिए. अगर कोई नेपाली भी है तो प्लीज सपोर्ट कीजिए. ठीक है, मेरा फ्रेंड है, मैं नेपाली हूँ तो प्लीज इसको भी सपोर्ट कीजिए. പ്ലീസ് മെനു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ കഴിക്കേണ്ടതെന്ന് നോക്കാം. എന്താ കഴിക്കുന്നത്? വെജിറ്റേറിയൻ പോരെ? എല്ലാം പറ്റും. ചിക്കൻ്റെ ഒരു പിസ്സ ഓർഡർ ചെയ്യാം. പക്ഷെ അതല്ല ചിക്കൻ കഴിക്കൂല. ഗേസ് അവളുടെ സെപ്റ്റം കണ്ടു. എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. ഞാൻ വന്നപ്പോ തന്നെ അവളോട് ചോദിച്ചിരുന്നു. കയറിട്ട് വലിക്കുക അവിടെ അവളുടെ ഹെയർ. ചിക്കൻ കഴിക്കൂല. മതി. എനിക്ക് ചിക്കൻ വേണം. ഞാനും മിമ്മിടേന്ന് കഴിച്ചോണ്ട് ഗേസ് ഇവിടെ ബൾബ് ഇടയ്ക്ക് ഇങ്ങനെ മിന്നി കത്തുണ്ട്. ഞാൻ സ്വീറ്റ് ഓർഡർ ചെയ്യട്ടെ. മറ്റേ അപ്പുറത്തെ കഴിക്കൂലേ ഐസ്ക്രീമിന്റെ? വേറെ ഒന്നും ഇല്ല. പോയിട്ട് നോക്കിട്ടോ. ആ മതി. അതന്നെ, നമ്മൾ വെജ് പിസ്സേനേക്കാളും ബെറ്റർ വേറെ റാപ്പ് അല്ലേ? എന്തേ പോയിട്ട്? അത് എപ്പോഴും ഞാനല്ലേ ഇവിടെ പേ ചെയ്തിട്ട് അവിടെ പോയി വാങ്ങലാട്ടോ. ഇന്ന് എന്നോട് പോകാൻ സമ്മതിക്കില്ല. വൈ മേ ബി ഞങ്ങളെല്ലാരും കണ്ടതിനെ കൊണ്ട് ഒരു ഇവിടെ കൊണ്ടുവന്നേരാറ്. നമ്മളിതല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനല്ലേ? ഇതല്ല ഞാൻ ട്രൈ. നമ്മുടെ ടൈം എത്രയായി? 11 മണി കഴിഞ്ഞു. 11:10 സമയം. കേസ് നന്നായിട്ട് ഉറക്കമേ. ഞാൻ ഉറങ്ങേണ്ട സമയമായി.
പക്ഷെ ബിബി ഞങ്ങളെ നിർബന്ധിച്ചിട്ടാണ് ഗെയ്സ് ഞങ്ങൾ വന്നത്. അവൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഇറങ്ങാനൊക്കെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അവളുടെ ഒരു ആഗ്രഹമല്ലേ. പിസ്സ അല്ലേ, ഒരു ചിക്കൻ്റെ ഒരു ഇത് ഈ ഒരു പോർഷനും എടുക്കുക, പിന്നെ ഒരു വെജും എടുക്കുക. വെജ് കോൺസ് അതുപോലെ वेज में एक ही है और ഫസ്റ്റ് വൺ നല്ല രസമുണ്ട്. മുടി അങ്ങനെ ചെയ്താലോ? ഇന്റെതൊക്കെ കേൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവൂലേ? കേൾ ചെയ്തല്ലോ, ഒറിജിനൽ ആണല്ലോ അല്ലേ? കോഫി കാണാമേ ഇങ്ങനെയാണ് ഗെയ്സ്. ഇവിടെ ഉണ്ട്, ഇവിടെ എത്തുന്നു. നല്ല നീളം. തമ്മീര് കൊടുക്കണം. ഇതെന്താ പൂച്ചേ? നല്ല രസമല്ലേ? എനിക്കിത് തിന്നാമെന്ന് തോന്നി. എനിക്ക് എന്താ അറിയില്ല, വിശക്കണില്ല ഗെയ്സ്. സത്യം പറഞ്ഞ നേരത്തെ ഷവർമ കഴിച്ചത് എന്റെ വയറ്റിൽ പോയിട്ടില്ല ഗെയ്സ്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. എന്തായാലും ഒരു ഓർഡർ ചെയ്തതല്ലേ, കഴിക്കാം. എങ്ങനെ ഹിന്ദി പഠിച്ചേ? ഹിന്ദി ഞാൻ ഡൽഹിയിലായിരുന്നു. ലൈക്ക് കോഴ്സ് ചെയ്തതൊക്കെ പഠിച്ചതും 2 കൊല്ലം വർക്ക് ചെയ്തൊക്കെ ഡൽഹിയിലാണ്. അപ്പം അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഹിന്ദി പഠിച്ചു. ലൈക്ക് ഓട്ടോക്കാരോട് ബാർഗെയിൻ ചെയ്തിട്ടാണ് ശരിക്കും സത്യം പറയാൻ ഞാൻ ഹിന്ദി പഠിച്ചത്. കാരണം എന്താ മലയാളീസ് തന്നെ അല്ലേ, നമ്മൾ മലയാളിയെ പറയുള്ളൂ. മലയാളികൾ എവിടെ പോയാലും മലയാളിയെ പറയുള്ളൂ. കൂടുതലുള്ള ഹിന്ദിക്കാരും കൂടി മലയാളികളാക്കും. അങ്ങനത്തെ പ്രശ്നം. ഫോർ എക്സാമ്പിൾ കുച്ച് നഹി ബേട്ടി ഫീല് നിന്നാ ഞാൻ പി ജി നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും ഹിന്ദി പഠിക്കേണ്ടി വരുമല്ലോ. കഥനകഥ എന്ന് പറയാം, സർവൈവൽ സ്റ്റോറി എന്ന് പറയാം. മീൻസ് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെ സർവൈവ് ചെയ്യാനുള്ള ഇൻസ്പിറേഷനാണ്. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡിഷ് വരുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് ഈ ഡിഷ് നോക്കാം. സത്യത്തിലിട്ടോ ലൈക്ക് എനിക്കിഷ്ടായി. അല്ല എന്നാ പറയും. അപ്പൊ ഗൈസ്, ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, കഴിക്കാൻ പോര്. പൊലിയായിരിക്കുന്നത് നമ്മളൊരു 1 ബ്ലോഗ്. കഴിച്ചോക്കാം ഗൈസ്. വേണോ? നിങ്ങൾ കഴിക്കുന്ന ടേസ്റ്റ് എങ്ങനെയാണ്? തിന്ന് ഫുള്ളായിട്ട് കഴിക്കുക, അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലാവുള്ളൂ. പക്ഷേ സ്ട്രോബെറി കൂട്ടിയടി. ഇനി മതി. പകുതി കട്ട് ചെയ്യും സ്ട്രോബെറി. അതുണ്ടാവില്ല. രണ്ടെണ്ണുണ്ട്. അതിൻ്റെ അടിയിലുണ്ട്. ഞാൻ കഴിച്ചിട്ട് എങ്ങനെ എടുക്കുന്നത്? രസമുണ്ടോ? स्ट्रॉबेरी अंदर से ले और स्ट्रॉबेरी ओके इनको आना ओके तुमको नहीं पसंद आया तू तो वो स्वीट वाला खाया तो इसलिए होगा स्ट्रॉबेरी बोल ठंडा है ये आज വെക്കാൻ മതി എന്നിട്ട് നമുക്ക് കഴിക്കാം ഗൈസ് ഞാൻ കൂളാണ് വെച്ചു കൂളല്ല തണുപ്പ് എങ്ങനെയുണ്ട് कैसा है अच्छा है കൊള്ളാം അത് കഴിച്ചിട്ടേ ചെറിയ കയ്പ്പ് പക്ഷെ അച്ഛാ കിട്ടി കൊള്ളാം അപ്പോൾ തോന ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഷെയർ ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവക്കാഡോ ജ്യൂസ് വന്നിട്ടുണ്ട്, നമുക്കത് കഴിച്ചു നോക്കാം. ജ്യൂസ് അല്ല ഷേക്ക്. ആഹാ ഇഷ്ടായി. അവര് ഫുള്ള് കളിയാക്കാൻ തോന്നുന്നു. तुम हिंदी में बोलो शी मलयालम चले ഞാൻ ഒരു പിസ്സ വന്നിട്ടുണ്ട്. വെജിറ്റേറിയൻ പിസ്സയുണ്ട്, ചിക്കൻ പിസ്സയുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. ഇവിടെ ഇതെടുക്കുമ്പോ ഒരു ഇത് വരണം.
ഉള്ള എരിവൊക്കെ ഇട്ടു. വെജ് എങ്ങനെയുണ്ട്? വെജ് രസമുണ്ട്, അടിപൊളിയാണ്. പക്ഷെ ഇവിടെയുള്ള സ്പൈസി ഒക്കെ ഇട്ടിട്ട് നല്ല എരിവുണ്ട് ഗൈസ്. അത്യാവശ്യം എരിവുണ്ടോ? ഞാൻ സ്പൈസിയാ? എനിക്ക് നല്ല എരിവുണ്ട്. പക്ഷെ ടേസ്റ്റ് ഇല്ല. അവിടുത്തെ എരിവ് ശീലായത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഓയ് മിമി, നിനക്ക് എന്താ പറയാനുള്ള? തല പോലെ ചീസ് ഇരിക്കുന്ന നോക്കിയാ കൊള്ളാം, നല്ല രസമല്ലേ? ഞാന് ഇതിവിടെ അവസാനിപ്പിച്ചു. ഇനി ചിക്കൻ എടുക്കാം. നിനക്ക് വെജ് മതി പറഞ്ഞിട്ട് ഈ എരിയുടെ समझ भी नहीं आ रहा എനിക്ക് സത്യം പറയാം, തോട മാലും ഹിന്ദി തോട മാലും चाहिए തോട വേർഡ്സ് चाहिए तुम नो स्पिन चाहिए തോട चाहिए മാലും നല്ല ഇഷ്ടായോ? കുറച്ച് ഉറക്കെ പറയും, കേക്കില്ല. എങ്ങനെ കുറച്ച് വോളിയത്തിൽ സംസാരിക്കും. ഓക്കെ എങ്ങനെയുണ്ട്? കേരള ഇഷ്ടായോ? ഇഷ്ട അടിപൊളി അടിപൊളി. മലയാളത്തിൽ ഇഷ്ടമുള്ള ആക്ടർ ആരാ? एक्टर नहीं नहीं वो वाला वो नहीं ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, नहीं മമ്മൂട്ടി, മോഹൻലാൽ. नहीं उसका एक बेटा नहीं है दृश्यम हृदय മോഹൻലാൽ. वो उसका बेटा ഓ പ്രണവ് ലാൽ. ഓ ഗൈസ്, പ്രണവ് ലാലിന്റെ ഫാനാണ്. हृदय ഓക്കെ, ആക്ട്രസ് वो तो नहीं അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി നേരെ പോണത് റൂമിലേക്കാണ്. മേ ബി ഓട്ടോ വിളിക്കും. ഇപ്പൊ നടന്ന മാതിരി തിരിച്ചങ്ങോട്ട് നടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഗൈസ്. അപ്പൊ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോണത്. ഗൈസ് അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി. 5 ഉറക്കം വരുന്നുണ്ടോ? കണ്ണൊക്കെ ആകാതായിണ്ടല്ലോ. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം അല്ലേ? ചോത്തല്ലോ. അപ്പൊ ഗൈസ് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്യും. ഓക്കെ, റൂമിൽ പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഡേ? ഓ, ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. സെറ്റ്. പക്ഷെ നന്നായിട്ട് ഉറക്കം വരിക. നിങ്ങൾ ഓട്ടോയ്ക്ക് അങ്ങോട്ട് ചങ്കുവെട്ടിക്ക് പോകും. പക്ഷെ നല്ല രസമല്ലേ നടക്കാം? ഈ എന്താ പറയാ, ഗേൾസ് ഔട്ട് ഈസ് ഗുഡ്. യെസ്. നാളെ നമുക്ക് വർക്ക് ഉണ്ട്. അതെ, ഈ വർക്കേഴ്സ് ലൈഫ് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക്കാണ്. ബട്ട് സ്റ്റിൽ സം ടൈംസ് ലൈക്ക് ഇങ്ങനെ ഔട്ടിംഗ് ഒക്കെ പോകുന്ന ഒരു രസമാണ് അല്ലേ? രസമാണ് സത്യം. ഇടയ്ക്കിടയ്ക്ക് പോട്ടെ അമ്മ. അതെ അതെ. ഗൈസ് നമുക്ക് ഓട്ടോ കിട്ടി ഗൈസ്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. ചെറിയ ഫ്രഷ് ആവുക. അയ്യോ കാണാനില്ലല്ലോ ഗൈസ്, ലൈറ്റ് കുറവ്. അപ്പൊ നമുക്ക് ഇനി റൂമിൽ ചെന്നിട്ട് കാണാം. ശരി, എക്സ്ട്രാ ഒക്കെ കൂട്ടുണ്ട് കേട്ടാ. രാത്രി ഉണ്ട് മതി. നമ്മൾ രാത്രി ആയതുകൊണ്ട് 60.